ഇപ്പൊ നമ്മൾ പോകുന്ന ഏത് വഴിയാണ് ഗൈസ്? പറയൂ. ബാംഗ്ലൂർ മൈസൂർ ഹൈവേ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടേൽസ് ബൈ ആഷ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ദിസ് വീഡിയോ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വെക്കേഷനായിട്ട് ഞാൻ 1 മാസത്തോളം ബാംഗ്ലൂരിൽ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണിത്. അപ്പോൾ നമ്മൾ നമ്മുടെ ജംഗ്ഷനായിട്ട് കൺവെൻഷണൽ വഴിയിൽ നിന്ന് മാറി ഇപ്രാവശ്യം ഒരു വെറൈറ്റി വഴി എടുക്കാൻ പോലെ ചാമരാജ് നഗർ ഹൈവേ ആണ്. മുംബൈയിലേക്ക് ഇവിടുന്ന് കറക്റ്റ് 1000 കിലോമീറ്റർ, 100 മീറ്ററിൽ ലെഫ്റ്റ് ആണ്. മടവറ എത്തിയില്ല, മടവറയ്ക്ക് മുമ്പായിട്ടാണ് വരുന്നത്. നാർഘട്ട പോവാനും മൈസൂർ പോകുന്ന റൂട്ടല്ലേ ഇത്. ഞാനൊരു മഡ്ഡൂരോ അങ്ങനെ സ്ഥലമല്ല, അവിടെ നിന്നാണ് മൈസൂരിൽ പോകുന്നതിന് മുമ്പായിട്ട് തിരിയും. തന്നെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ. മടിവള്ളി ടൗൺ, മടിവള്ളിയാണ് മഴ. റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. അപ്പം നമ്മൾ നിൽക്കുന്ന മടവാലി കഴിഞ്ഞിട്ടൊരു സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. പാർത്ഥസാരഥി എന്ന് പറയുന്ന ഹോട്ടലിലേക്കാണ്. അവിടെ കണ്ടോ ആരുടെയോ പ്രതിമ, ബുദ്ധനാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി സ്ഥലമാണ്, വൈബുണ്ട്. ഒക്കെ ആയി ഇറക്കുന്നുണ്ട്. സുട് സുട് ഇഡ്ലി ഇന്നുണ്ടമ്മ. നല്ല മധുരമുള്ള സാമ്പാർ കൊള്ളാവോ? എങ്ങനെയുണ്ട് ഇഡ്ഡലി? എങ്ങനെയുണ്ട്? കഴിക്കട്ടെ. അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട്. അടുക്കണം. ഇവിടെ കുറെ വണ്ടേഴ്സ് ഉണ്ട്. ഇവരിവിടെ നമ്മുടെ വണ്ടിക്കുട്ടൻ. ആ 2 എണ്ണത്തിന് 50 രൂപ. പക്ഷെ അത്യാവശ്യം വലുതായിരുന്നു. ഏതോ ഒരു തമിഴ്നാട് വൈബല്ലേ. കർണാടകയിൽ തന്നെയാണ് തമിഴ്നാട് വൈബ്. ഈ മലയും നമുക്ക് കൊണ്ടത് ആ റൂട്ടിൽ കൂടെയാണ്. പെട്ടെന്ന് തണുപ്പ് കൂടിയുണ്ടോ നമ്മുടെ കാട് കാടി. നല്ല മണം. ഇച്ചിരി താത്താണല്ലേ പകുതി. ആനയോ പുലിയോ കയറി ആ മനുഷ്യന്മാരൊക്കെ പോകുന്നുണ്ട്. അത്രയ്ക്ക് പേടിക്കണ്ട, സൂക്ഷിച്ചോ. ഒരു വണ്ടി ഇങ്ങോട്ടില്ല, എല്ലാം അങ്ങോട്ടാണ്. പക്ഷെ നല്ല റൂട്ട്.
നമ്മള് മാത്രമേ ഉള്ളൂ, ബാക്കിലും ഫ്രണ്ടിലും മൊത്തത്തിൽ നമ്മള് മാത്രമേ ഉള്ളൂ. വിജനമായ വഴിയിലൂടെ അയ്യോ ഓടുന്നു എല്ലാം. നമ്മൾ ആ റൂട്ടിൽ കൂടെ ഇനി പോകാൻ പോകുന്ന സത്യമംഗൽ റൂട്ടാണോ ഇത്? ആ റൂട്ട് സത്യമംഗലമാ ഇത്. സ്റ്റേഷൻ ബാംഗ്ലൂർ ഇറങ്ങി. തമിഴ്നാട്ടിലേക്ക് കയറുവാണ് ഗൈസ്. ഈ സ്പീഡിൽ പോകാനാ 30 ഈ സ്പീഡിലേ പോകുന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. സത്യമംഗലം ടൈഗർ റിസർവ് അങ്ങോട്ടേക്ക്. വീതിയും കുറവാ, ഡബിൾ ഹെയർ പിൻ, അതാ കാര്യം. ഒന്ന് എഴുതിയിട്ടുണ്ട് ഭവാനി സാഗറിനായിരിക്കല്ലേ. ഇത് മേട്ടുപ്പാളയം വഴിയല്ലേ? എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ കോയമ്പത്തൂർ എത്താറായി. അപ്പൊ അവിടുന്ന് 250 മീറ്റർ നമ്മൾ റൈറ്റ് എടുക്കണം. അങ്ങനെ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് പോവാം. ഇരിക്കാൻ വേണ്ടി ഒരിടത്തേക്ക് ഇറങ്ങുകയാണ്. ടോളിന്റെ സൈഡിൽ അമ്മ ലോക്ക് ചെയ്തോ? വണ്ടി ലോക്ക് ചെയ്തോ? എനിക്കൊരു ചിക്കൻ പപ്സ്. ഇച്ചെന്തുണ്ട്? അതറുള്ളൂ. ഒരു സ്വീറ്റ് നാനോ. ഈ സാധനം അമ്മ കഴിക്കത്തില്ല, അച്ഛൻ കഴിക്കല്ലേ. ചെങ്കപ്പള്ളി ടോൾവേസ്. രണ്ട് കാപ്പി പറഞ്ഞു, 2 പപ്സ് പറഞ്ഞു, 1 സമൂസ പറഞ്ഞു. സമൂസ അല്ല, സ്വീറ്റ് നാനാണ് വന്നേക്കുന്നത്. ഓക്കെ, എഗ് പപ്സ് വന്നു, ഇനി ചിക്കൻ പപ്സ് വരണം. കോഫിയും എത്തി. വന്നോ? ഇതാണോ ചിക്കൻ പപ്സ്? ചിക്കൻ പപ്സ് സ്വീറ്റ് നാൻ, ചിക്കൻ പപ്സ്, എഗ് പപ്സ് ആൻഡ് 2 കോഫീസ്. ഒരു ഭേൽപൂരിയും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇനി അതുകൂടെ വരാനുണ്ട്. ചൗമീൻ ഉണ്ടാക്കാൻ തോന്നുന്നവര്. നല്ല അടിപൊളി സോഫ്റ്റ് ക്രിസ്പി ആയിട്ടുള്ള പപ്സ്. ഇങ്ങനെ ഉണ്ടമ്മ ഭേൽപൂരി? ഫുഡൊക്കെ കഴിച്ചു. ഇതായിരുന്നു നമ്മൾ പോയ സ്ഥലം. അടിപൊളി പപ്സ് ആയിരുന്നു, ഇടുക്കാച്ചി പപ്സ്, നല്ല സോഫ്റ്റ് മൊരിഞ്ഞ പപ്സ്. പിന്നെ ഭേൽപൂരി വാങ്ങിച്ചു, അത് അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോൾ ഒരു കുപ്പി സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് മാത്രമല്ല, ഐസ്ക്രീം കടയുണ്ട്. അപ്പുറത്തൊരു കട പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഈ പറഞ്ഞ ചെങ്കപ്പള്ളി ടോളിൻ്റെ തൊട്ട് സൈഡിലുള്ളതാണ്. അടിപൊളി ലൊക്കേഷനും അടിപൊളി ഫുഡും. അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആദ്യം പറയുന്നത് അച്ഛാ ഹേ, ഇപ്പൊ ഇതും പൂഹേ.
ഭേൽപൂരി വലിയ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞമ്മ, പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങനെ പിടിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല. കഷ്ടപ്പെട്ട് തിന്നുന്നില്ല, സംഭവം ഒന്നുമില്ല. അവര് ചൗമീൻ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കിയത്. ആ തമിഴ്നാട് സ്റ്റൈൽ ഒരു ചൗമീൻ സ്റ്റൈൽ, അതാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഭേൽപൂരി ആയില്ല, അതാണ് ഇഷ്ടം. സ്ഥിരമായി നോർത്ത് ഇന്ത്യൻ മാത്രം കഴിക്കുന്ന നോർത്ത് ഇന്ത്യൻ ലേഡിയാണ്. കർണാടകയിൽ ഉടുപ്പി ഹോട്ടലാണ് നോർത്ത് ഇന്ത്യൻ കിട്ടുന്നത്. പോട്ടെ, സാരില്ല, ആർക്കും ഒരു അബദ്ധം പറ്റുന്നതാണല്ലോ. എന്തായാലും അത് കഴിച്ചു തീർത്തോ. നോക്കി എന്ത് രസം, നല്ല റോഡ്, സ്ട്രേറ്റ് റോഡ്, അടിപൊളി. കൊച്ചിക്കിനി 202 kilometers more. സിമെന്റ് ട്രെയിൻ ആണ്. പർവ്വതങ്ങളാണോ അത്? അവിടെ മഴയാണെന്ന് തോന്നുന്നു. കേരളം എത്തുമ്പോൾ മഴയാവും. കാർമേഘമല്ലേ, അപ്പൊ ആ സൈഡിൽ മഴ പെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ സിംഗിൾ ലൈനിൽ നിന്ന് ഡബിൾ ലൈനിലേക്ക് എത്തിക്കാണ് ഗൈസ്. അവിടെ പുക പോലെ മഴ തുടങ്ങി. വെള്ളം ഇരിക്കത്തില്ലേ? ഇപ്പൊ നമ്മള് ട്രാവൽ ലോഞ്ചിലേക്കാണ് വന്നേക്കുന്നത്. വാളയാറുള്ള ട്രാവൽ ലോഞ്ച്. അപ്പോൾ നമ്മളിപ്പോൾ വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ട്രാവൽ ലോഞ്ചിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ട്രാവൽ ലോഞ്ച്, നോട്ട് ട്രാവൽ ലോഞ്ച്, ട്രാവൽ ലോഞ്ച് എങ്ങനെയാണെന്നറിയില്ല, സ്പെല്ലിയുണ്ട്. നമ്മുടെ വണ്ടിക്കുട്ടനോടെ കിടപ്പുണ്ട്. ഇവിടെ ചായയും സ്നാക്സും ജ്യൂസൊക്കെ ഉണ്ട്. പേര് വന്ന പേ ടോയ്ലറ്റ്, കഫേ, സ്ലീപ്പിംഗ് പോഡ്, ട്രാവൽ മാർട്ട്, കാർ വാഷ്, ഇവി ചാർജിങ്, പിന്നെ ഒരു പ്രെയർ ഹാൾ. പല വെറൈറ്റി ഓഫ് ടീ ഉണ്ടല്ലോ. ഹിബിസ്കസ്, ബട്ടർ സ്കോച്ച് ടീയാ. എന്നാലും നമ്മുടെ അച്ഛൻ സാധാ ചായ അല്ലേ. എനിക്ക് ബാക്കിൽ ഭയങ്കര മഴക്കോള്, എന്താവോന്നറിയില്ല. ഇപ്പം ഇവിടെ തൽക്കാലം മഴയില്ലെങ്കിലും അങ്ങോട്ടേക്ക് പോകുമ്പോൾ മഴ കൂടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഞങ്ങളങ്ങനെ കയറിയപ്പോൾ ചെറുതായിട്ട് നടക്കി ചാറി, പക്ഷെ പിന്നെ അങ്ങ് നിന്നു. സോ ഗൈസ്, ഇതാണ് ട്രാവൽ ലോഞ്ച്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറുമ്പോൾ നേരെ നമുക്ക് ആ മിനി മാർട്ടാണ് കാണുന്നത്. റൈറ്റ് സൈഡിൽ കോഫി ഷോപ്പ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇതാ ഇവിടെ ഒരു മസാജിങ് ചെയർ ഉണ്ട്, റിക്ലൈനർ, പിന്നെന്താ കുറേ സീറ്റിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്ന് റിലാക്സ് ചെയ്യാനും ഇരുന്ന് കഴിക്കാനും. ആക്ച്വലി നല്ലൊരു എസ്തറ്റിക് സ്പോട്ട് എന്ന് പറയാം. പിന്നെ എന്താ പറയുക, ശരിക്കൊരു എയർപോർട്ടിലൊക്കെയുള്ള ലോഞ്ച് തന്നെ, അതുകൊണ്ടാണല്ലോ പേര് ട്രാവൽ ലോഞ്ച് എന്നുള്ളത്. പിന്നെ ഇതാ ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളും അതൊക്കെ കണ്ടാൽ തന്നെ അറിയില്ല, നല്ല സ്റ്റൈൽ സംഭവം. പിന്നെ ഇവിടുന്ന് ആ ലെഫ്റ്റ് എടുത്തിരുന്നെങ്കിൽ സ്ലീപ്പിംഗ് പോഡ്സിൻ്റെ ഏരിയ ആണ്. ഞങ്ങളിപ്പോൾ റൈറ്റിൽ വാഷ്റൂമിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടോയ്ലറ്റിൻ്റെ ആ ഒരു റൂം അലോട്ടഡ് ആണ്. നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാൻ പോകുന്ന എന്ന രീതിയിൽ അലോട്ടഡ് വൺ എന്ന രീതിയിലാണ്. അപ്പോൾ ഞാനും അമ്മയും വന്നപ്പോൾ ഞങ്ങൾക്ക് ഓരോ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പർട്ടിക്കുലറിനകത്ത് കയറണമാണ്. പിന്നെ ഇതാ കാണാമല്ലോ, നല്ല അടിപൊളി വാഷ്റൂം, നല്ല സ്റ്റൈൽ ആയിട്ടുള്ള എല്ലാ വെച്ചിട്ട് ചെയ്തേക്കുന്ന അടിപൊളി വാഷ്റൂം. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് 30 രൂപയാണ്. അത് കാണുമ്പോൾ ഐ നോ ഇറ്റ്സ് നോട്ട് ദാറ്റ് റീസണബിൾ, പക്ഷേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു സർവീസ് വെച്ചിട്ടും അവരുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ടും ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. 30 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും നീറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കിട്ടുന്നത് ഉപയോഗിക്കാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ദൂരെ നിന്നൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്ത് വരുന്നവർക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒന്ന് കംഫർട്ടബിൾ ആവാനൊക്കെ ഇത് ഒരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി.
പിന്നെ അതാ മിനി മാർട്ടിൽ കയറുമ്പോൾ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഐസ്ക്രീംസ്, ജ്യൂസ്, പിന്നെ ഈവൻ വൈനും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ കഫേ, ബീൻ വാഗൺ കഫേ, അവിടെ കേക്ക്സ് ഉണ്ട്, പേസ്ട്രീസ് ഉണ്ട്, പിന്നെന്താ ഇതാ ഇവിടെ കുക്കീസ് ഇരിപ്പുണ്ട്, പിന്നെ മഫിൻസ്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. അവരിപ്പോൾ 60 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് ഞങ്ങൾക്ക് 2 പേർക്ക്. അപ്പോൾ ഒരാൾക്ക് 30 രൂപയാണ് വാഷ്റൂമിന് അവർ ചാർജ് ചെയ്യുന്നത്. അവർ ഒരു ടോക്കൺ വെച്ചാൽ ഓരോ ബാത്റൂം നമ്പർ അസൈൻഡ് ആണ്. അപ്പം ഇന്ന നമ്പർ ആ ഒരു പെർട്ടിക്കുലർ ബാത്റൂമിനകത്ത് ടോയ്ലറ്റിനകത്താണ് കയറേണ്ടതെന്നാണ് നമുക്ക് അസൈൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് അവിടെ ആൾക്കാർ റെഗുലറായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് അപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിരുന്നു, സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ഇതായിരുന്നു. അവിടുത്തെ വാഷ് ബേസിനാണെങ്കിലും എല്ലാം പ്രൊഡക്ട്സ്, ആ സാനിറ്ററി ഹാർഡ്വെയർ പ്രൊഡക്ട്സ് എന്താ പറയുക, അതൊക്കെ ആ ഒരു സംഭവങ്ങൾ മെറ്റീരിയൽ എല്ലാം അടിപൊളിയല്ല. കുരങ്ങ് ചാടിക്കയറി പോകുന്ന കണ്ടോ, കുരങ്ങ് ചാടിക്കയറുന്നു. മഴ ചാരം തുടങ്ങി, പക്ഷെ അത് കാണുന്നില്ല. കേരളത്തിലെ ആദ്യ ടോൾ. ഇത് നമ്മുടെ എത്രാമത്തെ സിഗ്നല്? രണ്ടാമത്തെ സിഗ്നല്. അയാൾക്കൊരു തൊപ്പി പോലും ഇല്ല. അയാൾ ഈ മഴ നനയുകയാണല്ലോ. ഒരു റെയിൻകോട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടിയായിരുന്നു. കുതിരാട്ടവർ ചേട്ടാ പറഞ്ഞ ടണലിലേക്ക് പ്രോജക്റ്റിന്റെ ചുവന്ന മണ്ണ് തൃശ്ശൂർ കഴിഞ്ഞോ? തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ മഴയും കഴിഞ്ഞു. വീടെത്താറായി എന്നൊക്കെ തൂവലൊക്കെ പറക്കുന്നുണ്ടോ? അങ്കമാലിയിലെത്തിയിരിക്കുന്നു ഗൈസ്, അങ്കമാലിയിലെ ബ്ലോക്ക്. അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഞാൻ എൻ്റെ നാട് കണ്ടു. എൻ്റെ അല്ല, എറണാകുളത്തേക്ക് കണ്ടിട്ട് ഇതല്ലേ നമ്മളെ മെയിൻ സ്ഥലം. കേരളത്തിൽ കാല് കുത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, നമ്മുടെ നാട്ടിലേക്ക് ഫീൽ വേറെ ആണല്ലോ. ഒരു റോഡ് വന്നു. എന്ത് റോളാ? അങ്ങനെ നമ്മൾ വീടൊക്കെ അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എത്ര മണിക്ക് തിരിച്ചു? 5:30 തിരിച്ചു. 5:30 തിരിച്ചു. ഇപ്പോൾ സമയം കറക്റ്റ് 7:15, രാത്രി 7:15 ആയപ്പോൾ നമ്മൾ കൊച്ചി എത്തി ഗൈസ്. അപ്പോൾ എല്ലാം സെറ്റ്. എന്താ നോക്കുന്നേ? ड्राइवर साहब क्या बोलना है आपको? ഹായ് ബബേ. ഞങ്ങൾ 5:30 തിരിച്ചു, 7:15 1450 കിലോമീറ്റർ ഓടിച്ചു ഈ നിമിഷം. ഈ കിലോമീറ്റർ. ഓ എനിക്ക് വയ്യ.